Hi guys, welcome to Prepwise. I hope everyone is doing well. So, എൻ്റെ പേര് സിയാദ് ഷമീർ. ഞാൻ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന MBA in HR കംപ്ലീറ്റ് ചെയ്തതാണ്. സോ പ്രെപ്വൈസിന്റെ ഈ CUET MComന്റെ കോഴ്സിന് ഫാക്കൽറ്റീസ് ആയിട്ട് ഞാനും അതേപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയിൽ നിന്ന് PG കഴിഞ്ഞ മറ്റു രണ്ടുപേരും കൂടെ ഉണ്ട്. ഇൻഫാസ് മാലിക് ആൻഡ് റേസ ഷാനവാസ്. റേസ ഷാനവാസും ഇൻഫാസ് മാലിക്കും MCom ആണ് ജാമിയ മില്ലിയ ഇസ്ലാമിൽ കഴിഞ്ഞത്. അതിനുശേഷം ഇൻഫാസ് മാലിക് ഇപ്പോൾ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ MPhil ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ നമ്മളെ ഹോൾ സെഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് MCom കഴിഞ്ഞിട്ട് ആൾക്കാർ ഏതൊക്കെ മേഖലയിലേക്കാണ് പോകുന്നത്, അത് അതിന്റെ കൂടെ തന്നെ CUET എന്താണ്, CUETയുടെ എക്സാം പാറ്റേൺ എന്താണ്, അതേപോലെ സിലബസ് എന്താണ്, MComന്റെ CUET സിലബസ്. പിന്നെ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത്. സോ ഐ ട്രൈ ടു മേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. സോ വിൽ ഫസ്റ്റ് ഗോ ടു CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. ഒരു എക്സാമിലൂടെ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റിയിലേക്ക് കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സോ CUET എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിച്ച് ഇസ് NTA. സോ UGC കൂടെ UGC എന്ന് പറഞ്ഞ പാർട്ടാണ് കേട്ടോ. ഓക്കെ, സോ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് അതിൻ്റെതായുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായുള്ള സിലബസസ് ഉണ്ട്. സോ പാറ്റേണും സിലബസും അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ എങ്ങനെ എവിടെ നിന്നൊക്കെ എന്നുള്ള പഠിക്കണം എന്നുള്ള ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ വിൽ സി വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് CUET MCom എക്സാമിനേഷൻ. സോ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ 100 ക്വസ്റ്റ്യൻസ് 2 പാർട്ടിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയില് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആൻഡ് വെർബൽ എബിലിറ്റി, അതിന്റെ കൂടെ ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ആണ്. ഈ ഏരിയാസ് ആണ് പാർട്ട് 1-ലുള്ളത്. ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ചോദിക്കുക. അതിന്റെ കൂടെ പാർട്ട് B ഉണ്ട്. പാർട്ട് B ആണ് നോളജ് ബേസ്ഡ് ആയിട്ട്. ഏതാണോ എക്സാം, MCom ആണെങ്കിൽ MCom, അല്ലെങ്കിൽ സൈക്കോളജി ആണ് സൈക്കോളജി. അപ്പൊ ആ ഡൊമൈൻ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ ബി 75 ക്വസ്റ്റ്യൻ ആൻഡ് ഹോൾ എക്സാം വിൽ ബി 2 hours. 120 മിനിറ്റ്സ് ആണ് മൊത്തം എക്സാം ഉണ്ടാവുക. ഇതിന്റെ മാർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് +4 and -1. ബേസിക്കലി നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ റൈറ്റ് ആവും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റോങ് ആവും. ക്വസ്റ്റ്യൻ റൈറ്റ് ആവുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 4 marks. ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ -1 മാർക്ക് ഉണ്ടാവും. സോ ടോട്ടൽ മാർക്സ് വിൽ ബി ഇൻ 400. 4 marks into 100, it's 400 4 marks in 100, it's 400 മാർക്സിലാണ് ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പൊ അതിൽ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. സോ അറ്റംപ്റ്റ് ചെയ്താൽ +4 or -1, അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നോ ചേഞ്ചസ്. സോ ദിസ് ഈസ് ദ ബേസിക് പാറ്റേൺ. So we'll just go through the syllabus. സിലബസിന്റെ ഹെഡിങ് ജസ്റ്റ് വിൽ ഗോ ത്രൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസ് വായിക്കില്ല, കാരണം ഇറ്റ്സ് എ ഹ്യൂജ് സിലബസ്. കാരണം നമ്മളിപ്പോ ഈ സിലബസിൽ നോക്കി സിലബസിന്റെ പോയിന്റ് ടു പോയിന്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. സോ വിൽ ബി ഗോയിങ് ടു ദി സിലബസ്. സിലബസ് സ്റ്റാർട്ട്സ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. സിലബസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ എവറി സിലബസിന്റെ ടോപ്പിക്കും ഏതെങ്കിലും ഒരു തരത്തിൽ ഫെമിലിയാരിറ്റി ഒക്കെ ഫീൽ ചെയ്യും. +2 അതേപോലെ തന്നെ ഡിഗ്രി ലെവലിൽ BComലൊക്കെ പഠിച്ച ഓൾമോസ്റ്റ് ഏരിയാസ് തന്നെയാണ് എക്സാമിനുള്ളത്. സോ ഒരു പരിചയം ടോപ്പിക്കിന്റെ നെയിം കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി ഉണ്ടാവും. ഓക്കെ, മൈക്രോ എക്കണോമിക്സ്, കറൻസി ആൻഡ് ബാങ്കിങ്, എസെൻഷ്യൽ ഓഫ് മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, ബിസിനസ് ഓർഗനൈസേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, public finance, business law, cost accounting, selling and advertising, business mathematics, insurance law and accounts, insurance law and accounts in the Burma, insurance, income tax law and accounts, contemporary audit, Indian economic structure, marketing practice and finance, macroeconomics, ട്രേഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ട്രേഡ് പോളിസീസ്, അതിനൊക്കെ പറ്റിയിട്ടാണ് ട്രേഡ് ഓഫ് ഇന്ത്യ ഉള്ളത്. അപ്ലൈഡ് ആൻഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്,
law and practice of banking, development banking, quantitative economics. So these are the syllabus that you have to cover for the examination. So in whole syllabus, 25 topics, Raiza Shanawaz, Infaz Malik, and me, Siad Shamir. Whole 25 topics. So we will discuss the main pattern and syllabus. Exam syllabus. These two things are very important. Because exam it's not logical. So that's very important. Previous year question papers. Previous year question papers examples. Theoretically, syllabus question pattern exam, marking pattern continuous previous year questions practice in some of the these 25 areas questions return in investment. Time spent in areas questions time returns out the so our easy time better returns previous year questions papers previous year question papers practice exam edit exam whole setup exam writing strategies follow easy previous year question papers. So after important question papers, I'll talk about 6 things that is very important that you should keep in mind while your preparation on your exam and everything. Exam time preparation. So the approach is the key. So main exam people who are going to write the exam is writing for the first time basically. But Prepwise faculties like us, we used to see questions like this, patterns like this, exams like this a lot. So one exam item efficient item effective item prepare exam experience so our approach and importance. So we know the approach. So our approach will be passed on to you. Passed on in the approach, you have to catch and stick on with it. Our approach completely stick on trust or hope or we'll be able to understand that we are progressing, we are improving. So that is the first and foremost important thing. And second, practice, practice, practice. The whole exam is a game, to be honest. I CAT exam, exams CAT, AFCAT, exam. One very common thing I understood is it's a game which is time bounded and which gives you marks. So our exam effective item returns that exam nirantaramai exam sectional mocks whole complete mocks previous year questions practice revise the practice completely whole from starting to the ending. Practice thing that you have to keep in mind. And the third thing is do not procrastinate. We have the tendency to keep things after some time. We'll say, okay, we'll do that after some time, or we'll do that after tomorrow. Well, we will tend to make delay things. So here some exam preparing very influencing the area. So a consistent diet, plans and the Prepwise in the courses you will be having time-bound exams, you will be having time-bound previous year question discussions and all. If correct time attend correct time important is very important. And time management during the exam.
And it's a game. 120 minutes on CUET and MCom exam. 120 minutes, we have to score the best. Game like that is the common pattern that we usually see, right? So we have to score the best. So I know we have to invest the best thing, which is first of all practice continuously before the exam, and on the exam day we have to understand that not every question is the same difficulty level. Easy questions are now, medium questions are now, difficult questions are now, but the reward is only 4 marks. And the other 4 mark answer right. But difficult question 5 minutes. Easy question 30 seconds to 1 minute maximum. So 1 minute spend 4 mark, 5 minutes spend 4 mark. So we have to be very vigilant while choosing the questions and writing the whole exam. And time management. And the next thing is use the resource available really well. So we'll be providing you with question papers, mock testers, sectional testers, and previous year question discussions, and whole very easy to understand and simple, crisp notebooks. I mean, notes. So these are easy available on the summit. So you have to use the resources very wisely. Power area very important. And the next thing is be careful about the trap questions. You will be having difficult questions. You will be spending a lot of time. But time is important. We have to choose the easy questions. Last exam 120 minutes 5 minutes. 5 minutes time we have 5 questions to attend. Easy question we'll be able to answer 2 questions in that 5 minutes time. So last 5 minutes a difficult question we'll be able to write only 1 question answer. The easy question we'll be able to write 2 answers. So we'll be getting 4 marks plus 4 marks, which is 8 marks instead of 4 marks if you are attending the difficult questions. Okay. So these are very important. You have to keep this in mind through the whole preparation and on the day of examinations. So what we'll provide? Value added notes. So notes are very important. Memory stick on. We should have some notes that we should be able to refer to. We should be able to revise, recollect, recall. Our process continuously. But day 1 the D-Day, which is the exam day. Exam day we'll be able to replicate examiner. Okay, so we'll be providing you with simple, easy, short notes that is very effective for your examination. And next thing is mock test and topic tests. Topic test I have 25 areas, right? So part 1, part B. Part B, I said syllabus 25 areas questions. At 25 areas, we'll be having different topics and different areas. Areas will be having each and every areas will be giving topic tests so that you will be able to understand areas that you know better and that you know less. So, AI use the test platform. Test platform exam attending end of the exam they'll be understanding what are the areas that they should focus on, what are the areas that they are strong in, and what are the areas that they should spend more time into. So these are very important. For the examination, within the short time we'll be able to be very competent. Resource or service and exam preparing lot of competitive advantage value added notes, mock tests, topic tests continuously religiously stick on work they'll be able to realize that on the D-Day, on the exam day. So okay, so at the end it was simple. Be ready to make mistakes. Only when you are making mistakes that you are growing. So don't think that making mistake is something wrong. It is part of your preparation journey. Okay, thank you so much. Thank you. Bye.